ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എൻ്റെ പേര് അസ്മ ഇസ്മായിൽ. എന്തുണ്ട് എല്ലാവരും വിശേഷം? അൽഹംദുലില്ലാ നമ്മളിവിടുത്തെ സുഖമായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാനൊരു റെസിപ്പിയും എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ടെന്ന്, അവളും അവളുടെ ഹസ്ബൻഡും കുട്ടികളും കൂടെ എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവർ വരുന്ന വിശേഷങ്ങളും ഒക്കെ ആയിട്ടുള്ള വ്ളോഗാണെന്ന്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ആദ്യമായിട്ടാണ് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാ രാവിലെ തന്നെ നമ്മളിതാ കിച്ചണിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ്. ആദ്യം ചിക്കനെല്ലാം എടുത്ത് വെള്ളത്തിലിട്ടിട്ട് ബോൺലെസ് ചിക്കനും ഒക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടുള്ള റെസിപ്പിയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ഉച്ചക്കാണ് ഒരു ഭക്ഷണം കഴിക്കാനായിട്ടുണ്ടാവും ഉച്ചക്ക്. അപ്പോൾ അതിനായിട്ട് ഫ്രൈഡ് റൈസ്, മന്തി എല്ലാം ഉണ്ടാക്കണം. ബട്ടർ ചിക്കൻ എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാം എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബട്ടർ ചിക്കനായിട്ട് ആദ്യം തന്നെ ഒരു കുക്കർ വെച്ചതിന് ശേഷം അതിലോട്ട് ഒരു കഷ്ണം ബട്ടറും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഓയിലും ഒഴിച്ചിട്ട് നമുക്ക് രണ്ട് കഷ്ണം പട്ടയും അതിൻ്റെ കൂടെ തന്നെ ചെറിയ 2 ഗ്രാമ്പൂവും ഇട്ടെടുത്തതിന് ശേഷം കുറച്ച് വലിയ ഉള്ളി, ഒരു 3 വലിയ ഉള്ളി വലിയ കഷ്ണങ്ങളാക്കിയിട്ട് തന്നെയാണ് ഞാൻ ഇട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഉണക്കമുളക് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ഒക്കെ ഇട്ടെടുക്കുക. ഞാനിവിടെ കുറച്ച് തോന ഇട്ടിട്ടുണ്ട്. കുറച്ച് തോന ഗ്രേവി വേണം എനിക്ക്. ഞാനൊരു 2 ചിക്കൻ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം എരിവ് വേണം. അപ്പോൾ അതിനായിട്ട് മുളക് ഇട്ടിട്ടുണ്ട്. ഒരു 5 തക്കാളിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം കൂടി കുക്കറിലിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ പിന്നെ കുറച്ച് തോനെ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഓരോരുത്തർ വെക്കണ ഗ്രേവിയും എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ വെച്ച് കൊടുക്കുക. ഞാൻ കുറച്ച് തോനെ അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. തക്കാളി അണ്ടിപ്പരിപ്പൊക്കെ കൂടുതലിട്ടെങ്കിലാണ് ഈ ഗ്രേവി നല്ല തിക്കായി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ട് അതിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് വഴറ്റുക. അതിനുശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിൽ വരുന്നത് വരെ നന്നായി വേവിച്ചെടുക്കുക. അപ്പോൾ ഞാനെന്താ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചിക്കൻ ഇവിടെ നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അത് വെറുതെ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും എല്ലാം ഇട്ടിട്ട് തൈരും കൂടി ചേർത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുക. പിന്നെ നമ്മൾ ഈ വേവിച്ച് വെച്ച തക്കാളി ഉള്ളി എല്ലാം ഉണ്ടായിരുന്നില്ലേ, അതെല്ലാം കൂടിയിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഒരു തരി പോലും ഇല്ലാതെ നന്നായിട്ട് എല്ലാം കൂടി നന്നായി അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ചിക്കൻ ഇതാ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. അത് നമുക്ക് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക. അതും ഈ ഗ്രേവിയും കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ ഒരുപാട് വേവിക്കരുത്, നന്നായിട്ട് വേവേണ്ട ആവശ്യമില്ല. ഫ്രൈ ആക്കി എടുക്കരുത്, നല്ല ഹാർഡാവരുത്, സോഫ്റ്റ് ആക്കിയിട്ട്. അപ്പോൾ ഇതാ ചിക്കൻ എല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. എല്ലാം ഞാനിതാ ഇതിൽ മൊത്തം മിക്സ് ആക്കിയിട്ടുണ്ട്. നന്നായി മിക്സ് ആയതിന് ശേഷം നമുക്ക് ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ കസ്തൂരി മെത്തി നന്നായിട്ട് കയ്യിലിട്ട് പൊടിച്ചതിന് ശേഷം അതൊന്ന് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ഫ്രൈ പാനിൽ ഇട്ടിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ പെട്ടെന്ന് പൊടിച്ചെടുക്കാൻ പറ്റും ഈ കസ്തൂരി മെത്തി. അപ്പോൾ അതുപോലെ ചെയ്താലും നല്ലതാണ്. അത് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ക്രീം ഒഴിച്ച് കൊടുക്കണം. കുറച്ച് ക്രീം ഒഴിച്ച് കൊടുക്കുക. ക്രീം ഒഴിക്കുന്നതിൻ്റെ വീഡിയോസ് ഞാൻ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഇതിൻ്റെ കൂടെ ക്രീം ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമുക്കതിൽ ബട്ടർ ഇട്ട് കൊടുക്കുക. അടിപൊളി ബട്ടർ ചിക്കനാണ്. ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ നമ്മൾ ബട്ടർ ചിക്കൻ ഇവിടെ ആയിട്ടുണ്ട്. പിന്നെ ഇനി എടുക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ക്രീമൊക്കെ ഒഴിച്ച് ഡെക്കറേഷൻ ചെയ്യണം. അപ്പോൾ അതാ നമ്മൾ ഫ്രൈഡ് റൈസിനായിട്ട് ഇവിടെ വെജിറ്റബിൾസ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. മന്തി ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. ഓരോന്നിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കാണുക. അപ്പോൾ നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ കുറച്ച് സാദാ ചോറ് വെക്കുന്നുണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഒരു താത്ത വരുന്നുണ്ട്. അപ്പോൾ ആ താത്താക്കുള്ള ചോറാണ്, സാദാ ചോറാണ് അവർക്കിഷ്ടം. അപ്പോൾ അത് കാരണം തന്നെ ഞാൻ വെണ്ടക്ക കറി വെച്ച് പിന്നെ മീൻ ഫ്രൈ ആക്കി ഉപ്പേരി ഉണ്ടാക്കി അതിൻ്റെ കൂടെ സാദാ ചോറും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ ഇതാ എല്ലാം റെഡിയായി. ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് എല്ലാം. അപ്പോൾ ഇതെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചതിന് ശേഷം എനിക്ക് കുളിക്കണം, കുട്ടികളൊക്കെ റെഡിയാക്കണം. എല്ലാം തിരക്കിട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒക്കെ ഓരോന്നായിട്ട് റെഡി ആയതിന് ശേഷം ഞാനതെല്ലാം അടച്ച് വെച്ചിട്ട് ഞാൻ കുളിക്കാൻ പോവുകയാണ്. അതിന് ശേഷം വേണം അവർക്കുള്ള ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ്, പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ചില്ലി ചിക്കൻ ഉണ്ടാക്കി വെച്ച് അത് വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ അതെല്ലാം ഓരോന്നായിട്ട് അതിൻ്റെ ഇടയിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാം ഇതാ ഇവിടെ റെഡി ആയിട്ട് ഞാൻ പോയി എല്ലാം കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വരാം. അപ്പോഴേക്കും അവർ വരും. അപ്പോഴേക്കും മോള് ഫ്രൂട്ട്സൊക്കെ എടുത്തിട്ട് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഫ്രൂട്ട് സലാഡിന് വേണ്ടിയിട്ട് എല്ലാം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അനാറും മാംഗോയും ആപ്പിളും ബനാനയും എല്ലാം കൂടിയിട്ട് അവൾ കട്ട് ചെയ്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം എല്ലാം തണുപ്പ് വേണമല്ലോ. അപ്പോൾ ഫ്രൂട്ട് സലാഡിനായിട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം മിക്സ് ചെയ്തിട്ട് ഐസ്ക്രീമും എല്ലാം ഇട്ടിട്ട് റെഡിയാക്കി ഫ്രിഡ്ജിലോട്ട് വെച്ച്
അപ്പോഴേക്കും അവർ വരുമ്പോഴേക്കും എല്ലാം റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അവർ വരുമ്പോഴേക്കും ജ്യൂസ് അടിച്ച് വെക്കണം. അപ്പോൾ ജ്യൂസും അവൾ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ അവൾക്കും ഭയങ്കര ഇൻട്രസ്റ്റാണ്. ഇങ്ങനെ വെറൈറ്റി ഐറ്റംസിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. കേക്ക് ഉണ്ടാക്കാനും അതുപോലെ പുഡിങ് ഉണ്ടാക്കാനും അങ്ങനെയുള്ളതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ് അവൾക്ക്. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ അവൾ ഹെൽപ്പ് ചെയ്യും, നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അവളാണ് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുക. അപ്പോൾ ഇനി ഇതൊരു ക്ലീൻ റാപ്പൊക്കെ ചുറ്റിയിട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ച് നന്നായി തണുത്തതിന് ശേഷം വേണം, ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് നമ്മൾ ഇനി ഇതെടുക്കുള്ളൂ. അപ്പോൾ അതിന് ശേഷം അത് ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ്. അപ്പോഴേക്കും അവർ അപ്പോൾ അത് അവരെത്തിയിട്ടുണ്ട്. അപ്പോൾ പൊന്നൂസ് ഭയങ്കര ഹാപ്പിയിലാണ്. പൊന്നൂസ് രാവിലെ തൊട്ടിട്ട് എപ്പോഴാണ് അവർ വരിക എന്ന് ചോദിച്ചിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവൾ അവരെ കാത്തിരിക്കുക. അപ്പോൾ അവരുടെ കൂടെ താത്തയും വരുന്നുണ്ട്. അത് താത്തയുടെ പേരാണ് സോജി എന്നാണ് അവരുടെ പേര്. അപ്പോൾ അവരും കൂടെ ഉണ്ട്. അങ്ങനെ ഭയങ്കര സന്തോഷത്തിലാണ് എല്ലാവരും കൂടി വരുന്നുണ്ട്. അപ്പോൾ അവളുടെ മോളും അവരും എല്ലാവരും എത്തിയിട്ടുണ്ട്. ഹസ്ബൻഡും ഒരു മോന് നാട്ടിലിപ്പോൾ പഠിക്കാനായിട്ട് 10 കഴിഞ്ഞപ്പോൾ നാട്ടിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അവനില്ല, ബാക്കി എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ്. കുറേ ദിവസമായിട്ട് വരികയാണ് അവർ. അപ്പോൾ അത് കാരണം തന്നെ നമ്മൾ കാത്തിരിക്കുകയായിരുന്നു അവരെ. ഇതാണ് ഞങ്ങളുടെ ഡോക്ടർ, ഷിഹാബ് ഡോക്ടറും സുമി ഡോക്ടറും, രണ്ടാളും ഡോക്ടർമാരാണ്. അപ്പോൾ അവരാണ് വരുന്നത്. അങ്ങനെ അവർ വന്ന് അകത്തോട്ടൊക്കെ കയറി ജ്യൂസൊക്കെ കുടിച്ചതിന് ശേഷം നമ്മളിതാ ഫുഡെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫുഡെല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മൾ താഴെയാണ് ഇരിക്കുന്നത്. എല്ലാവരും കൂടിയിട്ട് താഴെ ഇരിക്കാമെന്ന് വെച്ച് ടേബിളിൽ ഇരുന്നില്ല, എല്ലാവരും കൂടെ താഴെ കുറേ ആളുള്ള കാരണം എല്ലാവരും കൂടെ താഴെ ഇരിക്കാമെന്ന് വിചാരിച്ച് പായും സഫറൊക്കെ ഇട്ടിട്ട് നമ്മൾ താഴെ ഇരുന്നിട്ടാണ് ഫുഡൊക്കെ കഴിച്ചത്. അങ്ങനെ ഞങ്ങൾ ഇതുപോലെ വല്ലപ്പോഴൊക്കെ കൂടാറുണ്ട്. വല്ലപ്പോഴും എന്ന് വെച്ചാൽ സ്കൂളില്ലാത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഞങ്ങൾ കൂടാറുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഫ്രൂട്ട് സലാഡൊക്കെ കഴിച്ച് അതിന് ശേഷം അവർ വരുമ്പോൾ ഐസ്ക്രീമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഐസ്ക്രീമും കേക്കും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കഴിച്ച് അങ്ങനെ കുറേ നേരം ഇരുന്ന് സംസാരിച്ച് എല്ലാവരും കൂടി എൻജോയ് ചെയ്ത് പിന്നെ വൈകുന്നേരമാണ് അവർ തിരിച്ച് പോയത്. അവർക്ക് വൈകുന്നേരം എന്തോ പ്രോഗ്രാമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെയാണ് അവർ തിരിച്ച് പോകുന്നത്. അപ്പോൾ അത് കാരണം പൊന്നൂസ് കുറച്ച് പാട്ടൊക്കെ പാടി എല്ലാവരും കൂടി ഐസ്ക്രീമൊക്കെ കഴിച്ച് നല്ല എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമുള്ള ദിവസമായിരുന്നു. ഭയങ്കര നല്ല കൂട്ടാണ്. ഞങ്ങൾ കുറേ വർഷമായിട്ടുള്ള കൂട്ടാണ്. അതും പിന്നെ ഒരുപാട് നാളായിട്ടുള്ള കൂട്ടാണെന്ന് വെച്ചാൽ എന്ത് സന്തോഷം സങ്കടങ്ങളൊക്കെ ഷെയർ ചെയ്യാനുള്ളവരാണ്. എൻ്റെ ഒരു എല്ലാ കാര്യങ്ങളും ഞങ്ങൾ സംസാരിക്കാനും കൂട്ടും ഒക്കെ ആയിട്ട് ഭയങ്കര കൂട്ടാണ്. ഒരുപാട് നാളായിട്ടുള്ള കൂട്ടാണ്. വല്ലപ്പോഴൊക്കെ കൂടുള്ളൂ വെച്ചെങ്കിലും ഭയങ്കര സന്തോഷമാണ്. ഞങ്ങൾ രണ്ടാളും കൂടി ഒരുമിച്ച് കൂടിയാൽ ഞങ്ങൾക്ക് കുറേ പറയാനും കുറേ ചിരിക്കാനും കുറേ കാര്യങ്ങളുണ്ടാകും. കുട്ടികളാണെങ്കിലും ഭയങ്കര കൂട്ടാണ്. അപ്പോൾ അത് കാരണം പിന്നെ അവിടെ ഡോക്ടർ മോളോട് പാട്ടൊക്കെ പാടാൻ വെള്ളിയാഴ്ച ദിവസങ്ങളാണ് ഞങ്ങൾ കൂടാറ്. അപ്പോൾ അൽഹംദുലില്ലാഹ് ഒരുപാട് സന്തോഷമായിട്ടുള്ളൊരു ദിവസം തന്നെയായിരുന്നു ഇന്നത്തേത്. അങ്ങനെ എല്ലാവരും തിരിച്ച് പോവുകയാണ്. അവർ തിരിച്ച് പോകാനായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വ്ളോഗോ റെസിപ്പിയൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ അവർ വൈകുന്നേരം പിന്നെ അവർ പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക.